കഴിഞ്ഞ സർക്കാർ ഏറ്റവും കൂടുതൽ പഴികേട്ടത് സ്വർണ്ണപ്പാളി വിവാദത്തിലായിരുന്നു. ശബരിമലയിൽ സ്വർണ്ണപ്പാളിയിൽ വലിയ തരത്തിലുള്ള തിരിമറി നടന്നു എന്നായിരുന്നു അന്നത്തെ UDFിൻ്റെ ഏറ്റവും വലിയ ആരോപണം. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇനി സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഏതു തരത്തിലുള്ള അന്വേഷണമായിരിക്കും UDF ഏർപ്പാട് ചെയ്യുക, അല്ലെങ്കിൽ UDF പ്രഖ്യാപിക്കുക? അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് വീണ്ടും 2 ആഴ്ച കൂടി നീട്ടി നൽകിയിരിക്കുകയാണ് കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി. കാരണം ജംഷഡ്പൂരിലെ പ്രത്യേക ലബോറട്ടറിയിൽ ഇപ്പോഴും സ്വർണ്ണത്തിൻ്റെ അളവും നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ അളവുമൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയ്ക്കായി ഏകദേശം 10 ദിവസത്തിലധികം സമയമെടുക്കും കൃത്യമായ പരിശോധന റിപ്പോർട്ട് കിട്ടാൻ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവൻ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് വീണ്ടും കാലാവധി 2 ആഴ്ച കൂടി നീട്ടി നൽകിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഒട്ടുമിക്ക ആളുകളും ജാമ്യം നേടി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ED ഒരു അന്വേഷണം നടത്തിയെങ്കിലും ആ അന്വേഷണവും ഏകദേശം നിലച്ച മട്ടിലാണ്. ഇനി ഒരു പുതിയ അന്വേഷണത്തിന് UDF സർക്കാർ അല്ലെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സർക്കാർ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2025 ഒക്ടോബർ മുതൽ അവസാന നിയമസഭാ സമ്മേളനം വരെ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നത് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഭാഗത്തിലായിരുന്നു. എത്രയോ പ്രാവശ്യമാണ് പ്രതിപക്ഷം, അതായത് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന UDF സഭ സ്തംഭിപ്പിച്ചത്. വലിയ തരത്തിൽ സഭയിൽ ബഹളം വെച്ചു, സഭ വിട്ട് ഇറങ്ങിപ്പോയി. ഇതെല്ലാം വലിയ പ്രതിഷേധങ്ങളായി മാറുകയും സഭയ്ക്കകത്തും പുറത്തുമെല്ലാം ശക്തമായ സമരവേലിയേറ്റങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇവർ അധികാരത്തിലെത്തിയിരിക്കുന്നു, അതായത് UDF അധികാരത്തിലെത്തിയിരിക്കുന്നു. ഇനി അവർ ഒരു പുനർ അന്വേഷണത്തിന് തയ്യാറാകുമോ, അതോ ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അന്വേഷണം തുടരട്ടെ എന്ന് തീരുമാനിക്കുമോ? ഇതാണ് എല്ലാവരും ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നത്. കാരണം ശബരിമല സ്വർണ്ണപ്പാളി വിവാദം നല്ല അളവിൽ UDFന് സഹായമായി, പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ സമ്മതിക്കുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലുമൊക്കെ UDFിൻ്റെ മുഖ്യ പ്രചാരണ വിഷയം ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും അവിടുത്തെ കവർച്ചയുമൊക്കെ ആയിരുന്നു. ആ കവർച്ചയെക്കുറിച്ച് ഇനി UDF തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് അന്വേഷിപ്പിക്കുമോ? അതാണ് എല്ലാവരും നോക്കുന്നത്. കാരണം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും മെമ്പറുമൊക്കെ ആയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ 2025 സെപ്റ്റംബറിലും ഇതേ ആരോപണം തന്നെ ഉയർന്നു വന്നു. അതായത് കോടതി നിരീക്ഷകൻ്റെ അനുമതിയില്ലാതെ ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണ വസ്തുക്കൾ പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തി എന്നുള്ളതായിരുന്നു അന്ന് കോടതി നിരീക്ഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത്. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് വലിയ തരത്തിലുള്ള സ്വർണ്ണക്കവർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. 2019 ആദ്യഘട്ടത്തിൽ ഈ സംഭവം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ശബരിമല തന്ത്രിയെയും ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാരെയും ഒക്കെ അറസ്റ്റ് ചെയ്തത്. അവരെല്ലാം ജാമ്യം നേടി പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഇനി ഈ സർക്കാർ ഏതു തരത്തിലുള്ള അന്വേഷണമായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ അന്വേഷണ സംഘത്തെ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന UDF മുഖവിലേക്ക് എടുത്തിരുന്നു, അല്ലെങ്കിൽ അവരുടെ അന്വേഷണം ശരിയാണെന്ന് പറഞ്ഞിരുന്നു. അതിനെ എതിർക്കാൻ പോയിരുന്നില്ല. പക്ഷേ എങ്കിൽ തന്നെയും 2025 നടന്ന സംഭവത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആരോപണം. മാത്രവുമല്ല, ഈ പുതിയ അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പോഴൊരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് 2 ആഴ്ച സമയം കൊടുത്തിരിക്കുന്നത്. അതിൽ 2025 സംഭവങ്ങളെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ UDF ഉന്നയിച്ചിരുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ 2025 അന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ 2025 ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധികാരികളായി ഉണ്ടായിരുന്നത് LDFിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ഒരു വിവാദത്തെക്കുറിച്ച് ഇനി ഇപ്പോഴത്തെ സർക്കാർ അന്വേഷിക്കുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ അന്വേഷണ സംഘത്തിന് രൂപം നൽകുമോ എന്നൊക്കെ പലതരത്തിലാണ്, പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത്. എന്തായാലും ഹൈക്കോടതി കഴിഞ്ഞ പ്രത്യേക അന്വേഷണ സംഘത്തിൽ വലിയ തരത്തിലുള്ള വിശ്വാസം വച്ചു പുലർത്തുകയാണ്. ഒരു പക്ഷേ ആ റിപ്പോർട്ട് ശേഷം അല്ലെങ്കിൽ
ആ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം തൃപ്തിയായില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഒരു അന്വേഷണം നടത്തിയാലും അതിൽ അതിശയപ്പെടേണ്ടതില്ല. കാരണം അത്രയധികം വലിയ വിഷയമായിട്ടായിരുന്നു അന്നത്തെ സമയം, അല്ലെങ്കിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ ശബരിമല വിഷയത്തെ അവർ ഉയർത്തി കാണിച്ചത്. ഇനി കുറ്റപത്രം സമർപ്പിക്കാൻ 2 ആഴ്ചത്തെ സമയമുണ്ട്. അതിനിടയിൽ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഹൈക്കോടതിക്കുമുണ്ട്, ഒപ്പം അന്വേഷണ സംഘത്തിനുമുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഗവൺമെൻറ് നിലവിൽ ഇപ്പോൾ ഒരു കാര്യവും ശബരിമല സ്വർണ്ണപ്പാളിയെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി വിവാദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ കവർച്ചയെക്കുറിച്ചോ ഒന്നും തന്നെ മിണ്ടാതിരിക്കുന്നത്. എന്തായാലും ജനം പ്രതീക്ഷിക്കുന്നത് പുതിയ സർക്കാർ ശബരിമല സംഭവത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്ന കാര്യത്തിലാണ്.